ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് പറയാൻ പോകുന്നത് 3 എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആണ്, അതും കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഐഡിയ 3D പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലുകളാണ്. അപ്പം 3D പ്രിന്റിംഗ് അത്യാവശ്യം ഇപ്പം വളരെയധികം പെനട്രേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, പോപ്പുലറായി തുടങ്ങിയിരിക്കുന്നു. അപ്പം ആർക്കിടെക്ട്സ്, കൺസൾട്ടൻസ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ചും എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ പ്ലാനുകൾ വരയ്ക്കുന്നതിന് പകരം ഇന്നിപ്പോൾ ഒരു 3D ഫീല് തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ആ പ്ലാനിനെ ഒരു 3D ഇമേജ് ആക്കി മാറ്റുകയും അതിനെ ഒരു 3D പ്രിന്റിംഗ് മോഡലിലേക്കാക്കി മാറ്റുകയും ചെയ്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടിനെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെയോ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തെയോ ഒക്കെ വളരെ കൃത്യമായിട്ട് ഈവൻ കളറടക്കം കൊടുത്തുകൊണ്ട് ഏകദേശം അതുപോലെ തന്നെ തോന്നുന്ന രീതിയിൽ ഒരു മോഡൽ 3D പ്രിന്റിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു വലിയ സാധ്യതയാണ്. പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തുള്ള ലീഡറായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് 3D പ്രിന്റിംഗ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പണ്ട് കാലത്ത് ക്ലേ വെച്ചിട്ടും മറ്റുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടും ഹാൻഡ് ഉപയോഗിച്ചും മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സാണ് ഒറ്റയടിക്ക് നമ്മൾ 3D പ്രിന്റിങ്ങിലൂടെ ചെയ്യുന്നത്. അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ട്സിനെ, കൺസൾട്ടൻസിനെ, എഞ്ചിനീയേഴ്സിനെ, കോൺട്രാക്ടേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്ച്വലി ഇത് വലിയ രീതിയിൽ വലുതാക്കിയെടുക്കാൻ സാധിക്കും. കേരളം ഇതിനൊരു വലിയ മാർക്കറ്റ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കേരളത്തിൽ മാത്രമല്ല, പാൻ ഇന്ത്യ ബേസിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. രണ്ടാമത്തേത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹോംസ് ആണ്. സസ്റ്റൈനബിൾ ഹോംസ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോംസ്. അപ്പോൾ സസ്റ്റൈനബിൾ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോംസ് ആണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി ആളുകൾ ഈ വലിയ വീടുകൾ വെക്കുന്ന കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി ആളുകൾ ലിവിങ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറി തുടങ്ങി. ആ ഒരു കാലങ്ങളോളം ഒരേ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്ന ഭീകരമായ ബോറടി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ പഴയ തലമുറയൊക്കെ ഒരു ജീവിതം മുഴുവൻ ജീവിക്കുന്നത് ഒരു മുറിക്കകത്തായിരിക്കും. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംബിയൻസിൽ ജീവിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ ഭയങ്കര രസമല്ലേ? അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് കസ്റ്റമൈസബിൾ ഹോമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ കളർ മാറ്റാം, വേണമെങ്കിൽ സ്ലൈഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ അതിനെ എനർജി എഫിഷ്യൻ്റ് ആക്കാം. മുകൾ ഭാഗമൊക്കെ സോളാർ പാനൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഹോംസ് ഉണ്ട്. എന്നാൽ ഒരുപാട് വലുപ്പം വേണ്ടതാനും. ഇപ്പോൾ US നമുക്കറിയാം, ആമസോണിൽ നിന്ന് വീട് മേടിക്കാൻ പറ്റും. അപ്പോൾ അവർ ഒരു വലിയ കണ്ടെയ്നറിൽ ഈ വീട് കൊണ്ടുവരുന്നു. ആ വീട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് തരുന്നു, എന്നിട്ട് പോകുന്നു. ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീർന്നു എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ലാൻഡ് മേടിച്ച് ആ ദിവസം തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ താമസം തുടങ്ങാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോംസിനുള്ള സാധ്യതകൾ കൂടി വരുന്നു. അതിനകത്തും ഈ പറയുന്ന ഒരു ടോർച്ച് ബെയറർ ആവാൻ വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ്. ഇപ്പോഴും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിന് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളതിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് ഓൾഡ് ബിൽഡിങ്സിൻ്റെ റീവാമ്പാണ്. ഓൾഡ് ബിൽഡിങ്സ് നമുക്കറിയാലോ, കുറേ കാലങ്ങളായിട്ട് പണിതിട്ടുള്ള 30, 40, 50 വർഷങ്ങളൊക്കെ മുൻപുള്ള ബിൽഡിങ്ങുകൾ നിലനിൽപ്പുണ്ട്. ചിലതൊക്കെ ഈ പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും പണിതിട്ടുണ്ടാവുക. ഇതിനൊന്ന് ഇടിച്ച് നിരത്താൻ തന്നെ നല്ല പണിയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിങ് ആണോ എന്ന് നോക്കിയിട്ട്, അതിൻ്റെ അടിത്തറയും അതിൻ്റെ വാൾസും ഇതെല്ലാം നോക്കിയിട്ട്, ഇതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട്, ഇഫ് ഇറ്റ്സ് ഗുഡ്, നമുക്ക് അത് തട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ റീവാമ്പ് ചെയ്ത് പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള സ്റ്റൈലിലേക്കും ഡിസൈനിലേക്കും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ മാറ്റിയെടുത്ത് വേണമെങ്കിൽ അതിൽ സ്മാർട്ട് ടെക്നോളജി കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് അങ്ങ് മാറും. അപ്പോൾ അത്തരത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹോംസ് ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളത് വലിയൊരു സർവീസാണ്, വലിയൊരു ബിസിനസ്സാണ്, ഹ്യൂജ് ബിസിനസ്. കേരളത്തിലുള്ള പഴയ ബിൽഡിങ്ങുകളുടെ എണ്ണം മാത്രം വെറുതെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 ബിസിനസ് ഐഡിയകളും വളരെ റെയറാണ്. ഈ പറഞ്ഞ പോലെ റെഡ് ഓഷ്യനിൽ കിടക്കുന്നതല്ല, പുതിയ ബിസിനസ് ഐഡിയകളാണ്. ഈ കോൺസെപ്റ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുക. ഏതെങ്കിലും തരത്തിൽ ബിസിനസ് പ്ലാനുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് തരുന്നതാണ്. ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ തിയറട്ടിക്കൽ അല്ല എന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ആക്ഷൻ പ്ലാൻ അടക്കമുള്ള ബിസിനസ് പ്ലാനുകളാണ് നമ്മൾ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ വെറുതെ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്ത് ഒരു ലോൺ മേടിക്കുക എന്നുള്ള പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഇത് നമുക്കൊരു റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ് പ്ലാനുകളാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.